ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ചെറുമീൻ കിട്ടിയിട്ടുണ്ട്. അത് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. തൊലി പൊളിച്ചിട്ടാണ്. കുറച്ച് പേര് തൊലി പൊളിക്കാതെ കറി വയ്ക്കും, കുറച്ച് പേര് തൊലി പൊളിച്ച് കറി വയ്ക്കും. പിന്നെ വലിയ കഷ്ണങ്ങൾ ഇടുന്നവരുമുണ്ട്, ചെറിയ കഷ്ണങ്ങൾ ഇടുന്നവർ. ഇത് ചെറിയ കഷ്ണം മതിയെന്ന് പറഞ്ഞ് അതുകൊണ്ട് ചെറിയ കഷ്ണമാക്കി. ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വരുമ്പോഴത്തേക്ക് ചട്ടി വെച്ച് നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുകിടത്തില്ല, അതിനകത്തോട്ട് ഉലുവ ഇടും. നല്ലോണം ചട്ടി ചൂടായതുകൊണ്ട് അതാണ് ഒഴിക്കുമ്പോൾ നല്ല പത വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇടും. കുറച്ചെന്ന് പറഞ്ഞാൽ വിരലിലുണ്ടാവുന്ന 2-3 കഷ്ണം ഉലുവ, അത്രയേ ഉള്ളൂ. ഉലുവ ഒരുപാട് ഇട്ടാലും കഴിക്കും. പിന്നെ ഞാൻ ലേശം ഉലുവാപ്പൊടിയും കൂടെ ചേർക്കും കറിക്കകത്ത്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. ചതച്ചാണ് ഞാൻ ഇഞ്ചി ഇട്ടത്. പച്ചമുളക് സാധാ രീതിയിൽ അരിഞ്ഞിടുമായിരുന്നേ. ആ ഇഞ്ചി ഒന്ന് വാടി, വെളുത്തുള്ളിയും കൂടെ വാടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് മുളക് നമുക്ക് ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും കൂടെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചട്ടിയിലിട്ട് വഴറ്റിയെടുക്കണം. അവരവരുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഇവിടെ എരിവ് ഏറെ വേണം, അതുകൊണ്ടാണ് ഞാൻ ഏറെ മുളക് പൊടി എടുത്തത്. ഏറെ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂണിന് പകുതി മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയും കായപ്പൊടിയും ആവശ്യത്തിന്. അത് നല്ലോണം ഒന്ന് ചൂടാകട്ടെ. നമ്മൾ പണ്ടൊക്കെ മുളക് വറുത്ത് മിക്സിയിൽ അരച്ച് കറി വയ്ക്കുമായിരുന്നു. അതുപോലെ തന്നെ വരും. ഈ പൊടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് അത് ഇത് കിട്ടും കേട്ടോ. അതിനകത്ത് ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല. പൊടി നല്ലോണം എണ്ണയായിട്ട് മെഴുകി വന്നിട്ടുണ്ട്. അത് ഞാൻ വെച്ചിരിക്കുന്നത് ഇൻഡാലിയത്തിൻ്റെ പാത്രമാണ്. അപ്പം അത് ചൂട് നോക്കിയിട്ട് വേണം. ചട്ടിയാണെങ്കിൽ ചട്ടി, അല്ലെങ്കിൽ ഇൻഡാലിയത്തിന് എന്താണെന്ന് വെച്ചാൽ മുളക് കരിയാതെ നോക്കുക. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പില ഇട്ടിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് വൃത്തിയായിട്ട് ഇളകി. ഈ ഇൻഡാലിയത്തിൻ്റെ പാത്രമാകുമ്പം പെട്ടെന്നാണ് വെള്ളം വറ്റുക. പെട്ടെന്ന് ചൂട് ചെല്ലുമ്പോൾ അത് വറ്റിപ്പോവും. അതനുസരിച്ച് നോക്കുക. അത് കണ്ടോ, വെള്ളം അത് ഇതായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ആ മസാല ഒന്ന് യോജിച്ച് വരാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. അതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി ഇതാക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നീട്ടിയെടുക്കണം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേന് ഞാൻ അതിനകത്ത് കുടംപുളി ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഒറ്റയ്ക്ക് ക്യാമറ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്ന് ഇടുന്നത് കാണിക്കാതെ. കുടംപുളി ഇട്ട് കണ്ടോ, നല്ല 2-3 കഷ്ണം, നല്ല 2-3 കഷ്ണമല്ല, 4 കഷ്ണം പുളി അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഇളക്കി ചുറ്റി വേണം. അതിനകത്തോട്ട് നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന ഞങ്ങൾ കഷ്ണിച്ചെന്നാണ് പറയുന്നത്, കണ്ടിച്ച് വെച്ചിരിക്കുന്ന മീൻ പെറുക്കിയിടാം. 4 വശം നമ്മൾ പെറുക്കിയിടുക. ഓരോ സൈഡിലായിട്ട് പെറുക്കിയിട്ട് എടുക്കുക. ചെറുമീനാണ്. വരാല് ചെറുമീനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വരാലാണ് ഏറ്റവും നല്ല മീൻ. ചെറുമീനെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കാണുമ്പോൾ എല്ലാവർക്കും ഭംഗി തോന്നും. പക്ഷെ കഴിച്ചാൽ വരാലിൻ്റെ അത്രയും ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ചെറുമീൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ചെറുമീനെന്ന് പറഞ്ഞ് കിടക്കുന്നവരുണ്ട്, അച്ചാറിടാനൊക്കെ മേടിക്കുന്നവരുണ്ട്. എന്നാലും നമുക്കത് വൃത്തിയായിട്ട് എടുത്ത് തിളയ്ക്കുന്നുണ്ട്. നല്ലോണം കറി നല്ല തീയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ്ട് കറി നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കും. ശകല വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം ഒഴിച്ചതിൻ്റെ കാരണം ഇൻഡാലിയത്തിൻ്റെയാണ് ചട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ നമ്മൾ കറി പറ്റി വരുന്നതനുസരിച്ച് ചാറുണ്ടാവത്തില്ല. പിന്നെ ഞാൻ അതിനകത്ത് അത്യാവശ്യം ഇച്ചിരി ഉപ്പ് ഇട്ടു. പ്രധാന സംഭവം ഉപ്പല്ലേ, ഉപ്പ് അതിനകത്തിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ആവി കയറ്റണം. നല്ലോണം കറി തിളച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വയ്ക്കാം. അടപ്പ് മാറ്റി നമുക്ക് നോക്കാം കേട്ടോ. ആ അടപ്പിൽ തന്നെ കറി നല്ല വൃത്തിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻഡാലിയം എന്ന് പറയുമ്പോൾ നമുക്ക് അടിയിലെങ്ങും പിടിക്കില്ല, അങ്ങനൊരു ഉപകാരമുണ്ട്. പിന്നെ വലിയ ചട്ടി വയ്ക്കുന്നതിനേക്കാൾ കുറച്ച് മീനല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ പാത്രം വയ്ക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇൻഡാലിയം വെച്ചത് കേട്ടോ. ആ ചാറ് കോരി ഒഴിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലോണം കുറുകിയുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണമെന്ന് പറഞ്ഞാൽ നല്ല മണം വരുന്നുണ്ട്. അത് തൊലി ഉരിക്കാതെ കറി വയ്ക്കുവാണെങ്കിൽ അതിലേയും നല്ലതാണ്. പക്ഷേ തൊലി ഉരിച്ചാണ് ഇവിടങ്ങളിലൊക്കെ എല്ലാവരും കഴിക്കുക. അതുകൊണ്ടാണ്. ഞങ്ങളാണെങ്കിൽ തൊലി ഉരിച്ച് വയ്ക്കത്തില്ല, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ അതാണ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് തിളച്ച് ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റിപ്പോവും. അതിനകത്ത് കണ്ടോ ആ എണ്ണ തിരിഞ്ഞ് വരുന്നതിൻ്റെ അടിപൊളി കേട്ടോ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ നിങ്ങൾ ഈ കറിയൊക്കെ കാണുന്നുണ്ടല്ലോ,
അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കുക, അങ്ങനെ ചെയ്യുക. പിന്നെ ഓരോ വീഡിയോ നിങ്ങൾ തരുന്ന സപ്പോർട്ട് അനുസരിച്ചാണ് എനിക്ക് ഓരോ വീഡിയോ ഇടാൻ പറ്റുന്നതായിട്ട്. കറി നല്ലോണം ആയിട്ടുണ്ട്. നമുക്ക് ഇത് അടച്ച് വയ്ക്കാം കേട്ടോ.